നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിലിപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്റിംഗ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതുപോലെ തന്നെ ജൂലൈ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചും നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ മസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെൻഷൻ മസ്റ്റിംഗ് ചെയ്യാൻ പല ആളുകളും മറ്റാളുകളെ ഏൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ പണം വാങ്ങിയിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിർബന്ധമായിട്ടും മസ്റ്റിംഗ് ആരാണോ ചെയ്യേണ്ടത് അവർ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് നടത്തുന്ന വാർഡ് മെമ്പർമാർ മുഖേന നേരിട്ട് നടത്തുന്ന ക്യാമ്പുകളിൽ ചെന്ന് മസ്റ്റിംഗ് പൂർത്തിയാക്കണം. അല്ലാതെ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ മസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയും ചെയ്യുക. അതിൽ നമ്മുടെ പുതിയ മസ്റ്റിംഗ് തീയതി വന്നിട്ടുണ്ടാകും. ഈ മസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതിനിടയിൽ ഡേറ്റ് കൂടി കാണിക്കുന്നുണ്ടാകും. ഇതുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുടെ സഹായം തേടി അതൊന്ന് ഉറപ്പ് വരുത്തുക. അല്ലാതെ നമ്മൾ പണം കൊടുത്ത് മറ്റാളെ ഏൽപ്പിച്ചിട്ടോ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പരാതികൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയമാണ് പെൻഷൻ. ജൂലൈ മാസത്തിലെ പെൻഷൻ നമുക്കറിയാം. കഴിഞ്ഞ 8-9 മാസമായി പെൻഷൻ എല്ലാ മാസവും 25-ാം തീയതി 24-ാം തീയതി വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ അതിൻ്റെ വിതരണം തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പെൻഷൻ കറക്റ്റായി മസ്റ്റിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും പിന്നീട് അങ്ങോട്ട് പെൻഷൻ ലഭിക്കുക. ഈ മാസത്തെ പെൻഷൻ ഏതായാലും ലഭിക്കും. അതിനുശേഷം കറക്റ്റായി പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും മസ്റ്റിംഗ് പൂർത്തിയാക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പെൻഷൻ പണം കൂടുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു പെൻഷൻ പണം കൂടുന്നതിനെക്കുറിച്ച്. 1700 രൂപയോ 1800 രൂപയോ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ബജറ്റിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. അതിന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ പണം എപ്പോൾ വേണമെങ്കിലും കൂട്ടാം, അതിൽ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഈ വർഷത്തിൽ അവസാനത്തെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക. അതിന് 2 മാസങ്ങൾക്കപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ അതിന് മുന്നോടിയായി തന്നെ മുഴുവൻ കാര്യങ്ങൾക്കും ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെൻഷൻ പണം കൂടുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. 1600 രൂപയ്ക്ക് പകരം 1750 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിന് മുന്നോടിയായി തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. പെൻഷൻ ചെയ്യുന്ന ആളുകൾ പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ എല്ലാ വർഷവും നൽകേണ്ട അവർ പുനർവൈദ്യമായിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്ത ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് എന്നീ കാര്യങ്ങളെല്ലാം വളരെ റെഡിയാക്കി വെക്കുക. ഇതിൽ കഴിഞ്ഞ വർഷമെല്ലാം ഒരുപാട് ആളുകൾക്ക് പെൻഷൻ മുടങ്ങാൻ കാരണമായ ഒരു കാര്യമായിരുന്നു വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ സർട്ടിഫിക്കറ്റ് നൽകാത്തത്. അന്വേഷിച്ചപ്പോൾ നമുക്ക് ലഭിച്ച മോചനം 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് നൽകേണ്ട എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകാത്തത് എന്നാണ്. പക്ഷേ നമ്മുടെ കണക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് 60 വയസ്സായിട്ടുണ്ടാകാം. നമ്മൾ പെൻഷൻ എടുക്കാൻ കൊടുത്തിരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആധാർ കാർഡായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക, അല്ലെങ്കിൽ വോട്ടർ ID യിലായിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. ആ രേഖ വെച്ചായിരിക്കും അവിടെ സിസ്റ്റത്തിൽ നമ്മുടെ വയസ്സ് കണക്കാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ എന്നാണ് 60 വയസ്സ് തികയുന്നത് അതുവരെയും നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നൽകണം. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ രേഖയിൽ എത്രയാണ് വയസ്സെന്ന് നമ്മൾ മനസ്സിലാക്കുക. 60 വയസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് പെൻഷൻ മുടങ്ങും. ഇതുപോലത്തെ ഗവൺമെൻറ് അറിയിപ്പുകൾ, റേഷൻ കാർഡ് സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.